ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. പെൻസിൽ ഡ്രോയിങ് ടൂൾസാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് പുതിയ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അത് അൺബോക്സ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. നമുക്ക് 3 പാക്കറ്റ്സ് ആണ് അൺബോക്സ് ചെയ്യാനായിട്ടുള്ളത്. ആദ്യം ഇത് നമുക്ക് എടുക്കാം. ഇത് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ ടോംബോ, നമ്മുടെ മോണോസീറോ ഇറേസർ ഉണ്ടല്ലോ, അവരുടെ ബ്രാൻഡാണ് ടോംബോ. അപ്പോൾ ടോംബോൻ്റെ ഒരു പെൻസിൽ സെറ്റാണിത്. ആക്ച്വലി മോണോ 100 എന്നാണ് ഇതിൻ്റെ പേര്. പാക്കേജൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പാക്കേജാണ്, നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കവർ വരുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് റിമൂവ് ആക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഫ്രീ ടോംബോ മോണോ സീറോ ഇൻസൈഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. മോണോ സീറോ ഇറേസർ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് പെൻസിൽസാണ് വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൻസിൽ തന്നെയാണ്. ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഷാർപ്പൻഡ് ആയിട്ടുള്ള പെൻസിൽസ് അല്ല കേട്ടോ, നമുക്കിനി ഷാർപ്പൻ ചെയ്യണം. ഒപ്പം ഒരു മോണോസീറോ ഇറേസറും വരുന്നുണ്ട്. അപ്പോൾ എത്ര പെൻസിൽ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മോണോസീറോ ഇറേസർ ഒരെണ്ണമുണ്ട്. പെൻസിൽസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 പെൻസിൽസാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. 1080 രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ ടോട്ടൽ റേറ്റ്. ഒരു മോണോസീറോ ഇറേസറും പ്ലസ് 12 പെൻസിൽസും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഷാർപ്പൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ എല്ലാ പെൻസിൽസും ഷാർപ്പൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഓർഡറിൽ എടുത്തു വയ്ക്കാം. അപ്പോൾ ഏതൊക്കെ പെൻസിൽസ് ഉണ്ടെന്ന് അറിയാലോ. 3H ഉണ്ട് ഇതിനകത്ത്, B ഉണ്ട്, 2H ഉണ്ട്, 4H ഉണ്ട്, F ഉണ്ട്, 5B, 2B, 6B, H, 3B, HB, പിന്നെ 4B. ഇത് ഓർഡർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് 4H മുതൽ 6B വരെയുള്ള പെൻസിൽസ് ഉണ്ട്. കൂടാതെ F എന്ന് പറഞ്ഞൊരു പെൻസിലുണ്ട്. F എന്ന് പറഞ്ഞ പെൻസിൽ ആക്ച്വലി വരുന്നത് എച്ചിനും HBക്കും ഇടയിലുള്ള ഗ്രേഡാണ് F എന്നുള്ള പെൻസിൽ. അപ്പോൾ 4H, 3H, 2H, H, F, HB, B, 2B, 3B, 4B, 5B, 6B. ഇത്രയും പെൻസിൽസാണ് ഇതിൻ്റെ അകത്തുള്ളത്. എനിക്ക് തോന്നുന്നു 6B കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ടുള്ള റേഞ്ച് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഈ 4H, 3H ഒക്കെ നമ്മൾ വളരെ കുറവായി യൂസ് ചെയ്യുള്ളൂ. കാരണം അത്രയും ലൈറ്റായിട്ടുള്ള, അത്രയും ഹാർഡായിട്ടുള്ള പെൻസിൽസ് ആയിരിക്കും. ഡാർക്ക് ഷെയ്ഡൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തീർന്നു പോകുന്നതും 10B, 8B റേഞ്ചുള്ള പെൻസിൽസൊക്കെയാണ്. അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡാർക്ക്നെസ്സിൽ 6B വരെയുള്ള പെൻസിൽസ് ഇതിൻ്റെ അകത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം 4H. ഞാൻ ടെസ്റ്റിംഗ് മൊത്തം നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ഒരുപാട് സമയം ഉണ്ടാവും. നമ്മൾ മുൻപ് ഇതുപോലത്തെ വീഡിയോസിൽ പെൻസിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓർഡറിൽ ഇതുപോലെ ഓരോ ഷെയ്ഡും ചെയ്തു നോക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നോർമൽ പെൻസിൽ പോലെ ഞാൻ 3H ഒക്കെ എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് അതൊക്കെ ഭയങ്കര ഹാർഡ് പെൻസിലല്ലേ, അപ്പോൾ കുറച്ച് റഫ് ഫീലായിരിക്കും എന്നാണ് വിചാരിച്ചത് പേപ്പറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഒരു സ്മൂത്ത് ഫീലുണ്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ആ ഷെയ്ഡ് നല്ല ഷെയ്ഡാണ്, ഗ്രാജുവലായിട്ട് നല്ല യൂണീക്ക്. പിന്നെ ആ ഒരു ഷെയ്ഡ് നല്ല രീതിയിൽ വരുന്നുണ്ട്. വേറെ പെൻസിൽസിൻ്റെ ഗ്രാഫൈറ്റിന് വേറെ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. ഷാർപ്പൻ ചെയ്തപ്പോഴും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ആ ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഒരു ഷെയ്ഡ് നല്ല രീതിയിൽ ട്രാൻസിഷൻ ചെയ്ത് വരുന്നുണ്ട്. HB വന്നപ്പോഴേക്കും ഒരുവിധം നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് നീങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 6B വരുമ്പോഴേക്കും നല്ല ഡാർക്ക് ആവുമായിരിക്കും. നോർമൽ നമ്മുടെ HBയുടെ ഡാർക്ക്നെസ് അല്ല ഇവിടെ ഉള്ളത്, കുറച്ചും കൂടി ഡാർക്ക്നെസ് കൂടുതലാണ് ഇവരുടെ HBക്ക്. കണ്ടോ, B ആയിട്ടുള്ളൂ. B ആയപ്പോഴേക്കും നല്ല ഡാർക്കിലേക്ക് കയറുന്നുണ്ട്. ഇനി 2B. അപ്പോൾ നേരത്തെ പറഞ്ഞ എൻ്റെ നിഗമനം തെറ്റാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം 6B എത്രത്തോളം ഡാർക്ക് ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2B ആണ്. ഓക്കെ, ഇനി 3B ആണ് എടുക്കുന്നത്. സ്മൂത്ത്നെസ് ഒരു രക്ഷയില്ല, പക്ഷെ അതുപോലെ തന്നെ ഗ്ലേസിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം മുതൽ ഗ്ലേസിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നോർമലി ഗ്രാഫൈറ്റ് പെൻസിലുള്ള പോലെ തന്നെ ഗ്ലേസിങ് നല്ല രീതിയിലുണ്ട്. ഞാനിതൊരു നോർമൽ A4 പേപ്പറിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്.
അപ്പം നമ്മൾ 4B കടന്നു. ആ ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. വലിയ ജമ്പിങ് ഒന്നുമില്ല, കറക്റ്റ് ആ ഗ്രേഡ് അനുസരിച്ചിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി 5B ആണ് എടുക്കുന്നത്. ഗ്ലേസിങ് ഉണ്ട് നല്ലോണം 5Bയിലൊക്കെ കയറുന്ന സമയത്ത്. ഇനി നമുക്ക് 6B നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ 6Bയിലേക്ക് വന്ന സമയത്ത് വല്ലാതെ ഡാർക്ക്നെസ് ഇല്ല, ആ ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ തന്നെയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ 6B വരെ ഉള്ളതിനേക്കാളും ബെറ്റർ ഒരു 8B 10B വരെ ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ ബെസ്റ്റ് പെൻസിൽ സെറ്റായതിന് ഇത്. പക്ഷേ അവർ എന്തുകൊണ്ടോ 4H 3H എന്നുള്ള റേഞ്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ ലൈറ്റ് ഷെയ്ഡ്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല 4H 3H ഒന്നും. ഞാൻ 2H മുതലാണ് പൊതുവേ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് പെൻസിൽസ് എടുക്കുന്ന സമയത്ത്. പിന്നെ HB പെൻസിൽ വെച്ചിട്ട് ഒരുവിധം ലൈറ്റ് ഷെയ്ഡ് എല്ലാം നമ്മൾ ചെയ്ത് തീർക്കാനായിട്ട് നോക്കാറുണ്ട്. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ വരുന്നത് B ഗ്രേഡുള്ള പെൻസിൽസ് ആയിരിക്കും. അതിൽ ഹെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് 10B റേഞ്ച് 8B റേഞ്ചൊക്കെ വളരെ വളരെ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി ആണെങ്കിലും ഇതിൻ്റെ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടോ, ഈ ഒരു ലൈനൊക്കെ ഉണ്ടോ, വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പ്രീമിയം പ്രൊഡക്റ്റ് തന്നെയാണ്. അവരുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഹോമോഗ്രാഫ് മോണോ 100 എന്നാണ് ഈ ഒരു പെൻസിൽ സെറ്റിൻ്റെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഈ ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ ഉണ്ട്. പിന്നെ ബോക്സിങ് പാക്കേജും ഒക്കെ ആ ഒരു റേറ്റ്, എന്തായാലും റേറ്റ് ഉണ്ടല്ലോ 1080 രൂപയുണ്ട്. അപ്പോൾ ആ റേറ്റിനുള്ള പ്രൊഡക്റ്റ് തന്നെയുണ്ട് തീർച്ചയായിട്ടും. ഇനി നമുക്ക് അതിൻ്റെ മോണോസീറോ ഇറേസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നോർമൽ മോണോസീറോ ഇറേസർ നമ്മൾ വാങ്ങിക്കുന്ന പോലെ തന്നെ സെയിം സംഭവം തന്നെയാണ്. ഇവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ എന്താ സംഭവം എന്നുള്ള കാര്യം. അപ്പോൾ അത് സെയിം പോലെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു മോണോ 100 എന്ന ടോംബോൻ്റെ പെൻസിൽ സെറ്റ്. എന്തായാലും കൊള്ളാം. ഒരാൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റാണ്. ആ ഒരു ഫീലുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റുകൾ നോക്കാം. നെക്സ്റ്റ് നമുക്ക് 2 പാക്കറ്റാണുള്ളത്. അത് ബ്രിസ്ട്രോ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഒന്ന് ബ്രിസ്ട്രോ ആർട്ടിസ്റ്റ് കളേർഡ് പെൻസിൽസ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഓഫ് 6 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. രണ്ടാമത്തേത് വൈറ്റ് ചാർക്കോൾ പെൻസിൽസിൻ്റെ സെറ്റാണ്. അതിൽ 3 വൈറ്റ് ചാർക്കോൾ പെൻസിൽസും ഒരു പെൻസിൽ ഇറേസറും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് തുറന്നു നോക്കാം. ബ്രിസ്ട്രോ എന്നുള്ള ബ്രാൻഡിൻ്റെ കളേർഡ് പെൻസിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് ഈ ഒരു പാക്കിൻ്റെ പേര്. സെറ്റ് ഓഫ് 6 പെൻസിൽസ് ഉണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കയ്യിൽ പിടിക്കുമ്പോഴും പെൻസിൽ ബ്രാൻഡുകളൊക്കെ ക്വാളിറ്റിയിൽ മേക്കിംഗ് ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ കണ്ടോ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ആവുന്നുണ്ട്. വരച്ച് നോക്കാം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് 3 ബ്ലാക്ക് പെൻസിലും 3 വൈറ്റ് പെൻസിലും, അതാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബ്ലാക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഡാർക്ക്നെസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു മാറ്റ് ഫിനിഷാണ്, അത്ര വലിയ ഗ്ലോസി അല്ല. ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ പോലെ ഒരുപാട് ഗ്ലോസി അല്ല, ചെറിയൊരു മാറ്റ് ഫിനിഷ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല സ്മൂത്തുമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ കളർ പെൻസിൽ ചെയ്യുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതേ ഫീൽ തന്നെ എനിക്ക് തോന്നുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളിക്രോമോസ് കളർ പെൻസിലൊക്കെ വെച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്. അത്രയും നല്ല ബ്ലാക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്കാ ബ്ലാക്ക് അല്ല, ഓപ്പണായിട്ട് പറയാമല്ലോ. കറക്റ്റ് ബ്ലാക്ക് വരുന്നില്ല, ഒരു കുഞ്ഞ് ഗ്രേ ഷെയ്ഡ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹെയറൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസിൽ ഡാർക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ഡീറ്റെയിലിംഗ് കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി, ഐലാഷസ്, ഐബ്രോസ്, ഹെയർ, ബീഡൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്ലാക്ക് ടോൺ കൊണ്ടുവരാനായിട്ട് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാ പെൻസിലും സെയിം തന്നെയാണ് കേട്ടോ, എല്ലാ പെൻസിലും ബ്ലാക്ക് തന്നെയാണ്, വ്യത്യാസം ഇല്ല, സെയിം തന്നെ. ഇതുകൊണ്ട് സെയിം BR71 സെയിം സീരീസ് തന്നെയാണ് എല്ലാത്തിൻ്റെ അകത്തുള്ളത്. സോ അതാണ് ഈ ബ്ലാക്ക് പെൻസിലിൻ്റെ കഥ. ഇനി വൈറ്റ് പെൻസിൽ നോക്കാം. ഇതിൻ്റെ മുകളിൽ വൈറ്റ് പിടിക്കണമെന്ന് നോക്കാം. ഇല്ല, വൈറ്റ് പിടിക്കുന്നില്ല. അപ്പോൾ ഇതാണ് വൈറ്റ് പെൻസിലിൻ്റെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ മുകളിൽ പിടിക്കുന്ന നോക്കാം. വൈറ്റ് ചാർക്കോൾ പെൻസിൽ ഇല്ല, അതിൻ്റെ അകത്തും വൈറ്റ് പിടിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചാർക്കോൾ പെൻസിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലെങ്കിലും ഈ വൈറ്റ് പെൻസിൽ പിടിക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ഷെയ്ഡിങ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ വൈറ്റ് പെൻസിൽ പിടിക്കുമെന്ന് നോക്കാം. യെസ്, അതിൻ്റെ മുകളിൽ വൈറ്റ് പെൻസിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഗ്രാഫൈറ്റിൻ്റെ മുകളിൽ പിടിക്കുന്നില്ല, ഇവരുടെ തന്നെ പാക്കറ്റിലുള്ള ആ ബ്ലാക്ക് കളർ പെൻസിലിൻ്റെ മുകളിൽ പിടിക്കുന്നില്ല. പക്ഷേ ചാർക്കോളിൻ്റെ മുകളിൽ, ചാർക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ചാർക്കോൾ അപ്ലൈ ചെയ്തിട്ട്
അതിൻ്റെ മുകളിൽ വൈറ്റ് പെൻസിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പെൻസിൽ സെറ്റിൻ്റെ കഥ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പെൻസിൽ സെറ്റ് നോക്കാം. ഇനി ബ്രിസ്റ്റോണിൻ്റെ തന്നെ രണ്ടാമത്തെ സെറ്റും കൂടി നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട്. അത് വൈറ്റ് ചാർക്കോൾ പെൻസിൽസ് ആണ്, സെറ്റ് ഓഫ് 4. ഇപ്പോൾ ഇതിൽ 3 വൈറ്റ് ചാർക്കോൾ പെൻസിലും ഒരു പെൻസിൽ ഇറേസറുമാണ് ഉള്ളത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതും ഷാർപ്പൻ ചെയ്യാത്ത പെൻസിലാണ്. നമുക്കൊന്ന് ഷാർപ്പൻ ചെയ്യാം. ഷാർപ്പൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം കളേർഡ് പെൻസിലിൻ്റെ മുകളിൽ പിടിക്കാൻ നോക്കാം. ഇല്ല, കളേർഡ് പെൻസിലിൻ്റെ മുകളിൽ പിടിക്കുന്നില്ല. ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ മുകളിൽ പിടിക്കാൻ നോക്കാം. അതും പിടിക്കുന്നില്ല. ചാർക്കോൾ പെൻസിലിൻ്റെ മുകളിൽ പിടിക്കുന്നുണ്ട്. ചാർക്കോൾ പെൻസിൽ കുറച്ചും കൂടി ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഈ പറയുന്ന ബ്രിസ്റ്റോണിൻ്റെ രണ്ടാമത്തെ സെറ്റ് വൈറ്റ് ചാർക്കോൾ പെൻസിൽസിൻ്റെ സെറ്റിലുള്ള ഈ വൈറ്റ് ചാർക്കോൾ പെൻസിൽ ബ്ലാക്ക് ചാർക്കോൾ പെൻസിലിൻ്റെ മുകളിലാണ് പിടിക്കുന്നത്. കൺഫ്യൂഷൻ ആയില്ലല്ലോ. ബ്ലാക്ക് ചാർക്കോൾ പെൻസിലിൻ്റെ മുകളിലാണ് പിടിക്കുന്നത്. കണ്ടോ, അത് നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഹെയറൊക്കെ അനിമൽസിൻ്റെ ഹെയറൊക്കെ ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വൈറ്റ് ഹെയർസൊക്കെ ചെയ്യാനായിട്ട് ചാർക്കോൾ ഡ്രോയിങ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സെറ്റ്. പക്ഷേ ഇത് ഞാൻ ഷാർപ്പൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. നമ്മുടെ ചാർക്കോൾ പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ടിപ്പ് പൊട്ടി പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വൈറ്റ് ചാർക്കോൾ പെൻസിലും ഈ ഒരു വൈറ്റ് കളേർഡ് പെൻസിലും ബ്രിസ്റ്റോണിൻ്റെ തന്നെയാണ്. എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് വൈറ്റ് കളേർഡ് പെൻസിലാണ്. കാരണം ഷാർപ്പൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. പിന്നെ നല്ല രീതിയിൽ റിസൾട്ട് രണ്ടും ഏകദേശം സെയിം തന്നെയാണ് ഫീൽ ആവുന്നത്. ഫൈനൽ എൻഡ് റിസൾട്ട് കാണുന്ന ഒരാൾക്ക് രണ്ടും പെട്ടെന്ന് ഡിഫറെൻറ്റ് തിരിച്ചറിയാനുള്ള പെട്ടെന്ന് ഈസി ആയിട്ട് പറ്റില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉപയോഗിക്കാൻ എളുപ്പം എന്തായാലും ബ്രിസ്റ്റോണിൻ്റെ കളേർഡ് പെൻസിലാണ്, വൈറ്റ് കളേർഡ് പെൻസിലാണ് ചാർക്കോൾ പെൻസിലിനേക്കാളും. ഇഷ്യൂ അത്രയേ ഉള്ളൂ, ചാർക്കോൾ പെൻസിൽ പൊട്ടി പോകുന്നുണ്ട്. അത് നോർമൽ ചാർക്കോളിൻ്റെ അവസ്ഥയാണ്, അറിയാലോ നിങ്ങൾക്ക്. നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒരു പെൻസിൽ ഇറേസർ തന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നോക്കാം. അതിൻ്റെ റിസൾട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു സാധാ പെൻസിൽ ഇറേസറാണ്. മോണോസർ ഇറേസറിൻ്റെ അത്രയൊന്നും എഫക്റ്റ് ഉണ്ടാവില്ല സാധാ പെൻസിൽ ഇറേസറിന്. എന്നാലും നോർമലി ഇങ്ങനെ ഇറേസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യാത്തൊരു ടൂളാണ്, എനിക്ക് വലിയ താല്പര്യമില്ല, അധികം റിസൾട്ട് തരാത്തൊരു ടൂളാണ് പെൻസിൽ ഇറേസർ. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 സെറ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് ഞാൻ വീഡിയോയിൽ അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടാകും. നിങ്ങൾ റേറ്റൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നോക്കിയിട്ട് തന്നെ വാങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് പ്രൊഡക്റ്റ് പ്രൊമോഷനൊന്നുമല്ല, ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ അൺബോക്സിങ് വീഡിയോ വേണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.